നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. എല്ലാവർക്കും ശുഭദിനം, നല്ലൊരു ദിവസമാവട്ടെ, എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. കൂട്ടുകാരെ, ഇന്നലെ എനിക്കൊരു സംഭവം ഉണ്ടോ കേട്ടോ. ആ കടയുടെ പേര് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതായത് തമ്പാനൂരാണ് കട. ഞാൻ രാവിലെ ഒരു 2 ഇടിയപ്പം, ഒരു മുട്ടക്കറി, ഒരു ചായ. മുട്ടക്കറിക്ക് 50 രൂപ, ഇടിയപ്പത്തിന് 10 70, ചായ 15 രൂപ. മിക്കവാറും പശുവും പാലാവാൻ ചാൻസ് ഇല്ല, ഒട്ടകപ്പാലോ കുതിരപ്പാലോ വല്ലതും ആയിരിക്കും. അതെല്ലാം പോട്ടെ, കുഴപ്പമില്ല. അത് ഞാൻ കഴിച്ചിട്ട് ഞാൻ ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു കേട്ടോ. അത് പക്ഷേ വർഷങ്ങളായിട്ടുള്ള കട തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു പ്ലെയിൻ മുട്ട കൊണ്ട് തരുമെന്ന് ചോദിച്ചു. സംഭവം ഈ രാവിലെ 2 അവിച്ച മുട്ട കഴിക്കുന്നത് ബ്രെയിനിന് നല്ലതാണെന്നൊക്കെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തന്നില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ മുട്ട ഞാൻ ചോദിച്ചു, പ്ലെയിൻ മുട്ട അങ്ങനെ കൊടുക്കുക, ഞാൻ എന്ത് കാര്യം എന്തെന്ന് ചോദിച്ചു. ഇല്ല, പ്ലെയിൻ മുട്ടയായിട്ട് കൊടുക്കൂല, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ മുട്ടക്കറിയുടെ പൈസ തരാം, ആ ഒരു മുട്ടയും കൂടെ തന്നില്ല. ആൾ ആകെ വാശിയായിപ്പോയി. നിങ്ങൾ പറ്റുമെങ്കിൽ അതുവഴി പോകണമെങ്കിൽ ആ കടയിൽ കയറിയിട്ട് മുട്ടക്കറി തന്നെ വാങ്ങിക്കണം. സ്പെയർ മുട്ട തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ചെയ്യണേ, തരൂരെങ്കിലും. ഇനിയിപ്പം എന്ത് മുട്ടയാണെന്നറിയില്ല, ഒട്ടക പശീര, ഈ കച്ചീരാത്രമുള്ള മുട്ട എവിടെയെന്ന് പറഞ്ഞാന്തോ. അങ്ങനെ എനിക്ക് വാശിയായി. ഞാൻ പിന്നെ നിങ്ങൾ മുട്ട തന്നേ പറ്റുള്ളൂ. അങ്ങനെ ലാസ്റ്റ് സാധാരണ ഒരു പ്ലെയിൻ മുട്ട 10 എനിക്ക് 20 രൂപ വാങ്ങിച്ചു. വാശി. ഞാൻ പൊതുവേ ആഹാര കാര്യങ്ങളിൽ ഞാൻ പൈസ നോക്കാറില്ല. ശരി, ആയിക്കോട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പം നിങ്ങൾ സ്പെയർ മുട്ട കൊടുക്കുക, പൈസയ്ക്കാണ്, അല്ല ചുമ്മാ നിങ്ങളെ ദാനമല്ല നമ്മൾ ചോദിക്കുന്നത്. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഹാരം ചോദിച്ചാൽ കൊടുക്കുക, അതാണ് ഈ ഹോട്ടൽ തുറന്ന് വെച്ചേക്കേണ്ടത്. അല്ല നിങ്ങൾ തരാൻ പറ്റൂല തരൂരെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കടയാന്നുള്ളത് നിങ്ങൾക്ക് പറയാനുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത്. നോക്കൂ, മനുഷ്യൻ്റെ കേസ് നോക്കിയാണ്. ഒരു മുട്ട സ്പെയർ ചോദിച്ചിട്ട് തന്നില്ലെന്ന് എല്ലാ കടയിലും കൊടുക്കും. സംഭവം മനസ്സിലായ? അത് ഒരു മുട്ടക്കറിക്ക് 50 രൂപ ഈടാക്കുന്നു, ഒരു കച്ചി പോലത്തെ മുട്ട. ഇനി ഏത് മുട്ടയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ 10 രൂപയ്ക്ക് ഈ സ്പെയർ മുട്ട കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ കറിയും ഈ 50 രൂപ അവിടെയാണ് അവിടെ ലാഭം നോക്കിയത്. മനസ്സിലാവുണ്ടോ? ലാഭം നിങ്ങൾ എടുത്തോ. ഒരു മുട്ടക്കറിക്ക് 50 രൂപ എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റാണ്. 30 മാക്സിമം, അല്ലെങ്കിൽ 40. ആഹാരം ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഹാര സാധനം സംതൃപ്തിയോടെ നിറവോടെ കൊടുക്കുക. പിന്നെ വേറൊരു സംഭവം, ഇപ്പോഴൊന്നുമല്ല, കുറച്ച് നാളായി, വട്ടിയൂർക്കാവ് നെട്ടയത്ത് ഒരു കടയിൽ ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിക്കാൻ ഞാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടെ കയറി. അപ്പോൾ നമ്മൾ ഊണ് കഴിച്ചു. ഞാനൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം ഇടുന്ന ചോറ് മാത്രമേ കഴിക്കത്തുള്ളൂ. ഒരു ആട്ടോക്കാരൻ ചേട്ടാ ചോറ്. അപ്പം അവൻ അവിടുത്തെ ജോലിക്കാരനാണ്, സപ്ലൈ